ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മളപ്പോൾ ചോറ്റാനിക്കരയ്ക്ക് പോവാണ് കേട്ടോ. നമുക്കൊരു നേർച്ചയുണ്ട്, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് കൊച്ചിനാണ് പോകുന്നത്. സെമി സ്ലീപ്പറാണ്. നമ്മളങ്ങനെ സീറ്റൊക്കെ തപ്പിപ്പിടിക്കാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ. കാശിക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവന് യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ രാത്രിയാണേലും പകലാണേലും യാത്ര ഒരു ലഹരി തന്നെയാണല്ലേ. അതിപ്പോൾ വലിയവർക്കാണേലും കുട്ടികൾക്കാണെങ്കിലും യാത്ര ഒരു ലഹരിയല്ലേ ഗൈസ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സൈഡ് സീറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞതാട്ടോ ഇപ്പോൾ എനിക്ക് വേണമെന്ന്. അങ്ങനെ നമ്മളിത് യാത്ര തുടങ്ങി. ഇരുട്ടിൻ്റെ രാജാവ് എന്നാട്ടോ അവൻ്റെ പേര്. അതങ്ങ് പിടിച്ചു എനിക്ക്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി അമ്പലത്തിലേക്ക് പോകാൻ ഫ്രഷായിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഞാൻ സാരിയൊക്കെ ഉടുക്കണം ഓർത്തു, പക്ഷെ മഴയായതുകൊണ്ട് എൻ്റെ മനസ്സങ്ങ് സമ്മതിച്ചില്ല. കുട്ടീനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തന്നെയാണ് സെറ്റാവുക. അങ്ങനെ കാശിക്കുട്ടൻ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. അവനിങ്ങനെ മുണ്ട കൊടുത്താൽ ആ നാശാക്കുമോ ചെളിയാക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാട്ടോ എനിക്ക്. ആ ഒരു ടെൻഷൻ, ഡൗട്ടല്ല ഒരു ടെൻഷൻ. പിന്നെ കുട്ടികളല്ലേ, അവരുടേതായ കുറുമ്പുകളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു ദിവസം പോയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ അമ്പലം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ഞാൻ പണ്ടങ്ങാണ്ട് പോയൊരു അനുഭവമാട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാശിക്കുട്ടൻ ഭയങ്കര വാശി പിടുത്താണ്. അവൻ ആ വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട്. നമുക്കപ്പം തിരിച്ചു വരുമ്പോൾ അവൻ വണ്ടി വാങ്ങിക്കൊടുക്കാം അല്ലേ ഗൈസ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അല്ല, വലിയ കുട്ടികളുടെ വരെ കണ്ണങ്ങോട്ട് പോയി പോകും. അങ്ങനെ ഈ കടകളുടെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ, കുറച്ച് സാധനങ്ങളുടെയൊക്കെ. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുവാണ്. കാശിക്കുട്ടൻ ഭയങ്കര വാശിയാണ്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് തൊഴാനും പറ്റി. ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് വന്നുകൊണ്ടായിരിക്കും എനിക്ക് അമ്പലത്തെ കണ്ടതായിട്ടോ ഇവിടെ വന്നതായിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല കേട്ടോ. ചെറുപ്പത്തിലെങ്ങാണ്ട് ഞാൻ വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരാനുള്ള ഭാഗ്യം കിട്ടിയതാ. നമ്മൾ കുറച്ച് വെടിവഴിപാടുകളൊക്കെ കഴിപ്പിച്ചായിരുന്നേ, അതവിടെ നിന്ന് കാണാനും പറ്റും. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അവരുടെ അനുമതിയോട് കൂടി തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ കതിനെയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ആ ചേട്ടനെ എടുത്തു വെക്കാം കേട്ടോ. നമ്മൾ 3 നക്ഷത്രങ്ങളിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 3 സെറ്റായിട്ട് 3 കതിനെ വയ്ക്കും, എന്നിട്ട് പൊട്ടിക്കും. ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. കാശിക്കുട്ടന് അതൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും അവൻ രസമായിട്ട് തന്നെ അത് നോക്കിയൊക്കെ നിന്നു കേട്ടോ. നമ്മളെ എടുത്തു പിടിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോയിട്ടോ. അപ്പോൾ ഒരു കുളം കണ്ടു. അങ്ങനെ നല്ല ക്ലിയർ വെള്ളം കേട്ടോ. കുറേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴെയും പോയി തൊഴുതു കിട്ടും. താഴത്തെയും മേലത്തെയും വീഡിയോ എടുക്കാത്തത് അങ്ങോട്ട് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. മേലെയും താഴെയും എടുത്തിട്ടില്ല നമ്മൾ വീഡിയോ. അങ്ങനെ രണ്ടിടത്തും നമ്മൾ തൊഴുത് മേലോട്ട് കയറുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മേലെ എത്തണേ. അതാണ് അച്ഛനും മോനും നടന്നു പോകുന്നു. താഴെ അമ്പലത്തിലാണേലും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെയും നന്നായിട്ട് സുഖമായിട്ട് തന്നെ തൊഴുതു. നല്ല രസമാണ് കേട്ടോ താഴോട്ടൊക്കെ പോകുമ്പം. മറ്റേ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ. അങ്ങനെ കടകളുണ്ട് കേട്ടോ. മേലോട്ട് കയറുമ്പോൾ നല്ല കൃഷ്ണനുണ്ട് ഇപ്പം കാണാവേ. അല്ല, ഒരു കുഞ്ഞു കൃഷ്ണൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ കാറിൽ പണ്ട് വെക്കുമായിരുന്നു കേട്ടോ. അത് പറശ്ശിനിക്കടയിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. ഇവിടെ ഞാനത് കണ്ടു. അങ്ങനെ നമ്മുടെ അവിടെ ആന ഉണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ ആന എന്ന് വെച്ചാൽ ജീവനാണ്. എവിടെ കണ്ടാലും അവൻ കൊമ്പി എന്ന് പറയും. അങ്ങനെ കാശിക്കുട്ടൻ അത് ആനേനെയൊക്കെ കാണിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. കാശിക്കുട്ടന് ആനേനെ കണ്ടാൽ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. കൊമ്പി എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകും. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ തിരിച്ച് കാശിക്കുട്ടനും അമ്മയും. കാശിക്കുട്ടനാ പറയുന്ന കൊമ്പി എന്നാണ് കേട്ടോ. അവൻ ആനയ്ക്ക് കൊമ്പി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ആനേനെയൊക്കെ കണ്ട് മേലെ ക്ഷേത്രത്തിലേക്ക് വന്നു കേട്ടോ. അവിടെ തൊഴുതിട്ട് തന്നെയാണ് കേട്ടോ താഴോട്ട് പോയേ. എന്നിട്ട് നമ്മളിതാ ഇവിടെ വന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണേ. തുലാഭാരമൊക്കെ തൂക്കുന്ന കണ്ടില്ല, തുലാഭാരത്തിന് അത് കണ്ടു. അങ്ങനെ നമ്മൾ നാളെ നിന്നൊക്കെ ഇറങ്ങി വരികയാണ്. കാശിക്കുട്ടൻ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ അവൻ എന്തായാലും കരഞ്ഞതല്ലേ, അപ്പോൾ 2 കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞാൻ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ വന്നാൽ എങ്ങനെയല്ലേ ഇവിടെ വരാണ്ട് പോകുക. അങ്ങനെ നമ്മൾ ഇവിടെയും വന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങനെ നമ്മൾ നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പിലേക്ക് എത്തി ഗൈസ്. ഞങ്ങൾ പോയ സമയത്ത് തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓരോന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മളൊരു കള്ളും പറഞ്ഞു. ഞാൻ കുടിക്കുമെന്ന് ഓർത്തൊന്നും അല്ല പറഞ്ഞത്, മധുരം ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ചെയ്താ കേട്ടോ, അല്ലാണ്ട് ഒരു സ്ഥിര മദ്യപാനികളൊന്നും അല്ല കേട്ടോ നിങ്ങൾ. അങ്ങനെതാ ഞാൻ കരിമീൻ തുറക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. നല്ല വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത കരിമീനായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ ആഹാ എൻ്റെ സ്മെല്ല്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് കൊതി വരും കേട്ടോ, വായിൽ വെള്ളം വരിക. വെള്ളമൊന്നുമല്ല, കപ്പലോടാനുള്ള വെള്ളം വരുന്നുണ്ട്, അത്ര ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതാ കപ്പയും കള്ളും ചെമ്മീനും കൂന്തളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ കറിയും പുട്ടും, പിന്നെ നമ്മുടെ മെയിൻ സാധനം കരിമീൻ പൊള്ളിച്ചതും ഒക്കെ ഉണ്ടായിരുന്നേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാൻ പറ്റില്ല. എന്താ പറയുക, കള്ളുഷാപ്പിലെ ഫുഡിന് ഇച്ചിരി എരിവ് കൂടുതലാണെന്ന് പറയില്ലേ, ഇച്ചിരി അധികം എരിവ് കൂടുതലാണ്. കാശിക്കൂടുന്ന അതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട നത്തൽ ഫ്രൈ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഭക്ഷണവും അവിടുത്തെ ചേട്ടന്മാരുടെ പെരുമാറ്റം. ഇതാണ് കേട്ടോ നമ്മുടെ ബിനോയ് ചേട്ടൻ, നമ്മുടെ സ്വന്തം ചേട്ടൻ. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്തോ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് അങ്ങനെ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അത് എന്തോ ആ ചേട്ടനോടൊരു അടുപ്പം തോന്നിപ്പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ആനേനെ കണ്ടിട്ട് കാശി അത് ഒറിജിനൽ ആനയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ കേട്ടോ, പുറത്തോട്ടുള്ള വ്യൂ ആണേ. കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല മഴയും ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം എല്ലായിടത്തും മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ മഴയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ആദ്യം റൂം കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. കാശിക്കുട്ടൻ നല്ല ഉറക്കമായി വന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണമായിപ്പോയി. അങ്ങനെ കാശിക്കുട്ടൻ ഉറക്കമൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പോവാണ് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങി വലിയൊരു പാണ്ടക്കെട്ടും തൂക്കിതാ ഞാൻ നടപ്പായി ഗൈസ്. കാശിക്കുട്ടന് ഇവിടുന്ന് വരാൻ അത്ര മനസ്സൊന്നുമില്ല, എന്നാലും നമുക്കിതാ പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. പുറത്ത് മഴയുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ചടപ്പുണ്ട്. ഈ മഴയത്ത് പോക്ക് ഭയങ്കര ഒരു മടിയല്ലേ ഗൈസ്. നമ്മൾ സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ അവിടെയൊക്കെ പോയിട്ടോ, ഉള്ളിൽ കയറിയില്ല. പക്ഷേ പുറത്തോട്ട് കാശീനെയും കൊണ്ട് അവിടെ ഉള്ളിൽ കയറുന്ന അത്ര പോസിബിൾ അല്ല. ബസ്സും വരാൻ ടൈമായിരുന്നു. പിന്നെ അവനേതാ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തൊന്ന് ഒതുക്കി. അവൻ കരച്ചിലായിരുന്നു അവിടെ കയറണം എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് ഫ്രീ ആവുന്ന ഒരു ടൈമിൽ അവനെയും കൊണ്ട് അവിടെ പോവാം. അങ്ങനെ പിള്ളേരുടെ ആഗ്രഹമൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ അല്ലേ. അങ്ങനെ ബസ്സൊക്കെ വന്നു കേട്ടോ. നമ്മൾ കൊച്ചിനിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് സെമി സ്ലീപ്പറിന് വന്നുകൊണ്ട് എനിക്ക് നടുവിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നല്ല നടുവേദനയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സ്ലീപ്പർ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കടന്നു പോവാം ഗൈസ് വയനാട്ടിലേക്ക്. അങ്ങനെ നമ്മളിതാ പിന്നെയും നമ്മുടെ ബുക്ക് ചെയ്ത സീറ്റ് തപ്പിപ്പിടിച്ചെന്നുള്ള നടപ്പാണ്. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. കാശിക്ക് ഈ ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ആവേശം കേട്ടോ. നമ്മളിതാ ഞാൻ അറിയാണ്ടൊന്നും ആയിക്കോട്ടെ വിടുന്നതിൻ്റെ കിട്ടിയ വീഡിയോ എടുത്തു. അത് വീഡിയോ ആക്കുകയും ചെയ്തു, എന്ത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ വെളുക്കാറായപ്പോഴത്തേക്കും എത്തിയിട്ടോ. വെളുക്കാറ് മീൻസ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുൽപ്പള്ളി ടൗണിൽ എത്തിയിട്ടോ. അപ്പം ബൈ ഫ്രം ARS വ്ലോഗ്.